മാസങ്ങളായി പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷാവസ്ഥയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ നിർണായക ഘട്ടത്തിലേക്ക്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ ഒപ്പിടുന്നതിന് വളരെ അടുത്തെത്തിയെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഉൾപ്പെടെയുള്ള ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. സമാധാനം എന്നത്തേക്കാളും അടുത്തെത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചത്. ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും കരാറിലെ വ്യവസ്ഥകളെ ചൊല്ലി ഇരുപക്ഷത്തും വ്യത്യസ്തമായ അവകാശവാദങ്ങൾ ഉയരുന്നത് ഈ സമാധാന ശ്രമങ്ങളെ സങ്കീർണമാക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളിൽ നിർണായകമായ പല വിഷയങ്ങളും ഉൾപ്പെടുന്നുണ്ടെങ്കിലും അവയുടെ വ്യാഖ്യാനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. പ്രധാനമായും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം, ആണവ ചർച്ചകളുടെ ഭാവി, മരവിപ്പിക്കപ്പെടുന്ന ആസ്തികളുടെ വിന്യാസം എന്നിവയാണ് ചർച്ചകളുടെ പ്രധാന അജണ്ടകൾ. ഹോർമുസ് കടലിടുക്കിന്റെ കാര്യത്തിൽ കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായും വിട്ടു നൽകാൻ ഇറാൻ തയ്യാറല്ലെന്ന നിലപാട് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA വഴി വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് പൂർണ്ണമായും മടങ്ങാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്നും തങ്ങളുടെ തന്ത്രപ്രധാനമായ സുരക്ഷാ താൽപര്യങ്ങൾ ബലികഴിക്കാൻ കഴിയില്ലെന്നുമാണ് ഇറാൻ നൽകുന്ന സൂചന. അതേസമയം 60 ദിവസത്തെ നീണ്ടു നിൽക്കുന്ന ചർച്ചകളിലൂടെ ആണവ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് കരട് ധാരണയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ US കർശനമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നതാണ് അവരുടെ ആവശ്യം. എന്നാൽ മറുഭാഗത്ത് ഇറാന്റെ മരവിപ്പിച്ച കോടിക്കണക്കിന് ഡോളർ ആസ്തികൾ തിരികെ നൽകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനങ്ങൾ കരാറിന്റെ വിജയത്തെ നിർണ്ണയിക്കുന്ന ഘടകമായി മാറും. ചുരുക്കത്തിൽ പ്രതീക്ഷയും ആശയക്കുഴപ്പവും ഒരേപോലെ നീടയിലിരിക്കുന്ന ഈ ചർച്ചകൾ സമാധാനത്തിലേക്കുള്ള പാതയിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്നു. ഈ നിർണായക കരാറിനെ ചുറ്റിപ്പറ്റി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും സ്വീകരിക്കുന്ന നിലപാടുകൾ തികച്ചും വ്യത്യസ്തവും വിരുദ്ധവുമാണ്. ഇത് സമാധാന ചർച്ചകളിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വത്തെ കൂടുതൽ വ്യക്തമാക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഡൊണാൾഡ് ട്രംപും ഈ കരാറിനെ കുറിച്ച് വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നുണ്ടെങ്കിലും ഇറാൻ അധികൃതർ പുറത്തുവിട്ട വിവരങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്ന് അദ്ദേഹം ശക്തമായി വിശേഷിപ്പിച്ചു. കരാറിന്റെ പേരിൽ ഇറാൻ നടത്തുന്ന പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതവും വ്യാജവുമാണെന്നും താൻ അംഗീകരിച്ച വ്യവസ്ഥകൾ ഇറാൻ പറയുന്നതിനേക്കാൾ വ്യത്യസ്തമാണെന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിലൂടെ പരസ്യമായി പ്രതികരിക്കുകയുണ്ടായി. എന്നാൽ ഇതിന് വിപരീതമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വളരെ ക്രിയാത്മകമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്നും ഇസ്ലാമാബാദ് ധാരണാപത്രം ഒപ്പിടാൻ ഇരു രാജ്യങ്ങളും വളരെ അടുത്തെത്തിയിരിക്കുന്നുവെന്നും അദ്ദേഹം ആത്മവിശ്വാസത്തോടെ വ്യക്തമാക്കി. ഇത്തരം നിർണായകമായ ഒരു കരാർ അന്തിമ രൂപം പ്രാപിക്കും വരെ ഊഹാപോഹങ്ങളും അഭ്യൂഹങ്ങളും പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും അതിലൂടെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാതിരിക്കണമെന്നും അദ്ദേഹം ലോകത്തോട് അഭ്യർത്ഥിച്ചു. ഇത്തരത്തിൽ ട്രംപിന്റെയും അരാഗ്ചിയുടെയും പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ ചർച്ചകളിലെ സുതാര്യതയെക്കുറിച്ചും കരാറിലെ വ്യവസ്ഥകളെക്കുറിച്ചുമുള്ള ഇരുപക്ഷത്തിന്റെയും വ്യത്യസ്തമായ ധാരണകളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നുണ്ടെങ്കിലും ഇരു നേതാക്കളും ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ താല്പര്യം കാണിക്കുന്നു എന്നത് സമാധാനത്തിലേക്കുള്ള പാതയിൽ ഒരു ചെറിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. കരാറിലേക്ക് അടുക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും പശ്ചിമേഷ്യയിൽ സൈനിക സംഘർഷങ്ങൾ അവസാനിച്ചിട്ടില്ല. ജൂൺ 12-ന് ഹോർമുസ് കടലിടുക്കിലേക്ക് നീങ്ങിയ ഇറാനിയൻ ഡ്രോണുകളെ അമേരിക്കൻ സേന വെടിവെച്ചിട്ടു. വാണിജ്യ കപ്പലുകൾക്ക് ഭീഷണിയായതിനാലാണ് നടപടിയെന്ന് US CENTCOM അറിയിച്ചു. കൂടാതെ ലെബനനിൽ ഇസ്രായേൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലുകൾ ഹിസ്ബുള്ളയും തുടരുകയാണ്. ഇത്തരം സംഭവങ്ങൾ സമാധാന ചർച്ചകളെ എത്രത്തോളം ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഈ സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടത് വലിയ ചർച്ചയായിരുന്നു. US നേവി നടത്തിയ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട വിഷയത്തിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി സംസാരിക്കുകയും ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇത്തരം മാരകമായ ആക്രമണങ്ങൾ നടത്തുന്നത് ന്യായീകരിക്കാനാവില്ല എന്ന് ജയശങ്കർ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിക്കുമോ എന്ന കാര്യത്തിൽ ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടവും ഇറാൻ സർക്കാരും തമ്മിലുള്ള വാഗ്വാദങ്ങൾക്കിടയിലും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥരുടെ ഇടപെടലുകൾ ഈ സമാധാന ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കരാർ ഒപ്പിട്ടാൽ അത് പശ്ചിമേഷ്യയുടെ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് ഉറപ്പാണ്.